നിങ്ങളെപ്പോഴെങ്കിലും നിങ്ങളുടെ പാർട്ട്ണറുമായിട്ടുണ്ടായിട്ടുള്ള ഒരു ചെറിയ ആർഗ്യുമെൻറ്റിൻ്റെ പേരിൽ വലിയൊരു യുദ്ധം തന്നെ നടത്തിയിട്ടുണ്ടോ? പിന്നീട് അതിന് ശേഷം ഞാൻ അങ്ങനെ പെരുമാറേണ്ടിയിരുന്നില്ല, അല്ലെങ്കിൽ ഞാൻ അങ്ങനെ സംസാരിക്കേണ്ടിയിരുന്നില്ല, ഇങ്ങനെയുള്ള ആലോചിച്ച് വിഷമിക്കേണ്ടതായിട്ടുള്ള സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ടോ? അങ്ങനെയാണെങ്കിൽ ഒരിക്കലും അത് നിങ്ങളുടെ സ്വഭാവ ദൂഷ്യം കൊണ്ടോ, നിങ്ങളുടെ സ്നേഹമില്ലായ്മ കൊണ്ടോ, അല്ലെങ്കിൽ നിങ്ങളുടെ വിവേകമില്ലായ്മ കൊണ്ടോ ഒന്നുമല്ല. നിങ്ങളുടെ ബ്രെയിൻ നിങ്ങൾ പോലും അറിയാതെ ഹൈജാക്ക് ചെയ്യപ്പെട്ടതുകൊണ്ടിട്ടാണ്. നമ്മൾ നമ്മുടെ ഹെൽത്തിനെ കുറിച്ച് കാര്യങ്ങൾ അറിയാനും അല്ലെങ്കിൽ അതിൻ്റെ ബാക്കിയുള്ള ഒരുപാട് ഡീറ്റെയിൽസ് തപ്പിപ്പോവാറുണ്ട്. പക്ഷെ നമ്മളുടെ മെൻ്റൽ ഹെൽത്തിനെ കുറിച്ച് നമ്മൾ അത്രത്തോളം അവെയർ ആവാറില്ല എന്നുള്ളതാണ് ഒരു വസ്തുത. ശരിക്കും നമ്മുടെ ഹെൽത്തിനേക്കാൾ വളരെ ഇമ്പോർട്ടൻ്റ് നമ്മുടെ മെൻ്റൽ ഹെൽത്താണ്. കാരണം മെൻ്റൽ ഹെൽത്ത് ഇല്ലെങ്കിൽ ഹെൽത്തും ഉണ്ടാവില്ല. നിങ്ങൾക്കറിയാം, നമ്മൾ ഒരുപാട് മാനസികമായിട്ട് സംഘർഷം ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മുടെ ഹെൽത്ത് പോകും. അപ്പോൾ നമ്മുടെ ഹെൽത്തിനേക്കാൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്താണ്? നമ്മുടെ മാനസികമായിട്ടുള്ള ഹെൽത്ത് തന്നെയാണ്. അപ്പോൾ ഇതിനകത്ത് സംഭവിക്കുന്ന കാര്യം എന്ന് പറയുന്നത്, നമുക്ക് രണ്ട് തരത്തിലുള്ള ബ്രെയിനാണുള്ളത്. ഒന്ന് ലോജിക്കൽ ബ്രെയിനും ഒന്ന് ഇമോഷണൽ ബ്രെയിനും. ലോജിക്കൽ ബ്രെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണയായിട്ടുള്ള സമയങ്ങളിൽ നമ്മൾ ആലോചിച്ചെടുക്കുന്ന തീരുമാനങ്ങൾ അല്ലെങ്കിൽ ആലോചിച്ച് നടത്തുന്ന ചില റിഫ്ലക്സ് ആക്ഷൻസ് ഒക്കെ ഉണ്ട്. ഇതൊക്കെ പ്രിഫ്രണ്ടൽ കോർട്ടെക്സ് എന്ന് പറയുന്ന സ്ഥലത്തു നിന്നാണ് വരുന്നത്. ഇതിനാണ് ലോജിക്കൽ ബ്രെയിൻ എന്ന് പറയുന്നത്. അതായത് അവിടെ നിന്ന് വരുന്ന മെസ്സേജസുകളെല്ലാം തന്നെ കുറച്ച് ടൈം എടുത്തിട്ട് വരുന്നതും കുറച്ചുകൂടി ലോജിക്കലായിട്ട് വരുന്നതായിരിക്കും. പക്ഷേ ചില സമയങ്ങളിൽ സഡനായിട്ട് ആക്ഷൻ എടുക്കേണ്ട ചില കാര്യങ്ങളുണ്ടാവും. അതിന് ഇമോഷണൽ ബ്രെയിനാണ് കൈകാര്യം ചെയ്യുന്നത്. അമിഗ്ഡല എന്നാണ് അതിനെ പറയുന്നത്. ഒരു പേടിയോ അല്ലെങ്കിൽ പെട്ടെന്ന് ഉണ്ടാകുന്ന ഒരു ദേഷ്യമോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോഴത്തേക്കും നമ്മളുടെ മെസ്സേജസ് നേരെ പ്രിഫ്രണ്ടൽ കോർട്ടെക്സ് വരെ കറങ്ങി പോവില്ല. അതൊരു ഷോർട്ട് റൂട്ട് പിടിച്ചിട്ട് നേരെ അമിഗ്ഡലയിലേക്ക് പോകും. അപ്പോൾ അമിഗ്ഡല ആക്ടിവേറ്റ് ആവും. അമിഗ്ഡലയെ സംബന്ധിച്ചിടത്തോളം അമിഗ്ഡലയ്ക്ക് അങ്ങനെ തിങ്കിങ് കാര്യങ്ങളൊന്നുമില്ല. അവിടെ തിങ്കിങ് എന്ന് പറഞ്ഞ പരിപാടിയേ ഇല്ല. അപ്പോൾ ഡയറക്റ്റ് ആക്ഷനാണ്. ഒന്നുകിൽ ഫൈറ്റ് അല്ലെങ്കിൽ ഫ്ലൈറ്റ്. അതായത് നമ്മൾ പാമ്പിനെ കാണുമ്പോൾ ഓടുന്നതൊക്കെ ഏകദേശം അമിഗ്ഡല ഹൈജാക്കാണ്. അപ്പോൾ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ആ സമയത്ത് സഡനായിട്ട് നമ്മൾ ആക്ഷൻ എടുക്കും. ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് കാര്യം മനസ്സിലാവും. കുറച്ച് കുട്ടികൾ അവിടെ ഫുട്ബോൾ കളിക്കുകയാണ്. അപ്പോൾ നമ്മളതിൽ നടന്നു പോകുന്നു. ആ ഫുട്ബോൾ കളിക്കുന്ന കുട്ടികളുടെ കയ്യിൽ നിന്ന് അബദ്ധവശാൽ ആ പന്ത് നേരെ വന്ന് നമ്മളുടെ ദേഹത്ത് തട്ടുന്നു. പെട്ടെന്നുണ്ടാവുന്ന ആ ഒരു ഹൈജാക്ക് അമിഗ്ഡല ആക്ടിവേറ്റ് ആവും. അങ്ങനെ ആക്ടിവേറ്റ് ആകുമ്പോൾ നമ്മൾ ആ കുട്ടികളുടെ അടുത്ത് ദേഷ്യപ്പെടും. നമുക്ക് വ്യക്തമായിട്ട് അറിയാം അത് കുട്ടികളാണ്, അവരുടെ കയ്യിൽ നിൽക്കാതെ വന്ന് തട്ടിയതാണ്. പക്ഷെ ആ സമയത്ത് നമുക്ക് ഈ ലോജിക്ക് ഒരിക്കലും വർക്കൗട്ട് ആവില്ല. പിന്നീട് നമ്മൾ ചിലപ്പോൾ ആലോചിക്കും, ഞാൻ അവരോട് ദേഷ്യപ്പെടേണ്ടിയിരുന്നില്ല. നമ്മളെ സംബന്ധിച്ച് നമ്മളുടെ ആ ഒരു ദേഷ്യം നമ്മളവിടെ പറഞ്ഞു തീർന്നുപോയി. പക്ഷേ കുട്ടികളുടെ അവസ്ഥ അങ്ങനെയല്ല. അവർക്ക് അതിൽ നിന്നുണ്ടാകുന്ന ഒരു ട്രോമ ഭയങ്കരമായിരിക്കും. അപ്പം നമ്മളുടെ ബ്രെയിനിൽ നടക്കുന്ന പല കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്കൊരു പരിധിവരെ നമ്മുടെ ഇമോഷൻസിനെയും നമ്മുടെ റിലേഷൻഷിപ്പിനെയൊക്കെ ഒരു പരിധിവരെ നമുക്ക് നല്ല രീതിക്ക് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. ഇപ്പോൾ ഈ അമിഗ്ഡല ഹൈജാക്ക് എന്താണെന്നുള്ളത് നമുക്ക് മനസ്സിലായി. ഇനി നമുക്കിത് എങ്ങനെ ആ സമയത്ത് നമുക്കിതിനെ കൺട്രോൾ ചെയ്യാമെന്ന് നോക്കാം. ഒരു 6 സെക്കൻഡ് ടൈമാണ് നമുക്ക് ഈ അമിഗ്ഡല ഹൈജാക്ക് വരുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു റിയാക്ഷൻ്റെ ഒരു ടൈം എന്ന് പറയുന്നത്. ഈ 6 സെക്കൻഡ് നമുക്ക് കടന്നു പോകാൻ പറ്റിയാൽ പിന്നീട് നമുക്ക് നമ്മളുടെ ലോജിക്കലായിട്ട് ചിന്തിച്ച് പ്രവർത്തിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഈ 6 സെക്കൻഡ് ഒന്നും ചെയ്യാതിരിക്കുക എന്നാണ്. 5 സ്റ്റാറിൻ്റെയൊക്കെ പരസ്യത്തിൽ പറയുന്ന പോലെ ഒന്നും ചെയ്യാതിരിക്കുക. നിങ്ങൾ ഈ 6 സെക്കൻഡ് സമയം ഒന്നുകിൽ 1 മുതൽ 6 വരെ എണ്ണുക, അല്ലെങ്കിൽ വേറെ കൈ കഴുകാനോ അല്ലെങ്കിൽ ഫേസ് വാഷ് ചെയ്യാനോ ഒക്കെ മാറുക, അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങളിലേക്ക് മാറുക. ഒരിക്കലും നിങ്ങളതിന് മറുപടി പറയാനോ അല്ലെങ്കിൽ ദേഷ്യം വരുന്നു എന്ന് തോന്നുന്ന സമയത്ത് ആക്ഷൻ എടുക്കാനോ പാടില്ല. ചിന്തിച്ചാൽ മതി അപ്പം തന്നെ. ഇത് അമിഗ്ഡല ഹൈജാക്കിനുള്ള പരിപാടിയാണ്. എന്നെ അതിന് കിട്ടില്ല എന്ന് മനസ്സിലാക്കി കൊണ്ടിട്ട് നമ്മൾ നേരെ മാറിയേക്കുക. പിന്നീട് വേണമെങ്കിൽ പാർട്ട്ണർ പിന്നെയും സംസാരിച്ച് വരുവാണെങ്കിൽ നമുക്ക് പാർട്ട്ണറോട് പറയാൻ പറ്റുന്നൊരു കാര്യം, നമുക്ക് നമ്മളുടെ ഇമോഷൻസ് കൃത്യമായിട്ട് പറയാം. എനിക്ക് ദേഷ്യം വരുന്നുണ്ട്, നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് സംസാരിക്കാം എന്ന് പറയാം. ഒരുപക്ഷെ പാർട്ട്ണറും ഇതേ അവസ്ഥയിലായിരിക്കാം, ഈ ഹൈജാക്കിൻ്റെ അവസ്ഥയിലായിരിക്കാം. അപ്പം നമ്മൾക്ക് ചിലപ്പം മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നമുക്കത് മനസ്സിലാക്കിക്കൊണ്ട് പെരുമാറാം. ആ ഒരു കുറച്ച് സമയം കഴിഞ്ഞാൽ ആളും ഓക്കെ ആവും. അപ്പം നമുക്ക് പറയാം, എനിക്കിപ്പോൾ നല്ല ദേഷ്യം വരുന്നുണ്ട്, അതുകൊണ്ട് നമുക്ക് 20 മിനിറ്റ് കഴിഞ്ഞിട്ട് സംസാരിക്കാം. 20 മിനിറ്റ് കഴിഞ്ഞ് സംസാരിച്ചാലോ ദേഷ്യപ്പെട്ടാലോ ഇതേ അവസ്ഥയിലാവണമെന്നില്ല. അപ്പോൾ കുറച്ചും കൂടി മെച്യൂറായിട്ട് നമുക്ക് സംസാരിക്കാനായിട്ട് സാധിക്കും. ഓക്കെ. പിന്നെ രണ്ടാമത് ചെയ്യാവുന്നൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് നീ കാരണം എൻ്റെ ജീവിതം നാശമായി, ഈ രീതിയിലുള്ള കാര്യങ്ങൾ ഒരിക്കലും ഈ സമയങ്ങളിൽ ഒരിക്കലും പറയരുത്. അത് അവരിലുണ്ടാവുന്ന ആ ഒരു ആഘാതം വലുതായിരിക്കും.
അതിന് പകരം നമുക്ക് നമ്മുടെ കാര്യങ്ങൾ പറയാം. നീ അന്ന് അങ്ങനെ പെരുമാറിയപ്പോൾ എനിക്ക് വല്ലാത്ത സങ്കടമായി, അല്ലെങ്കിൽ എനിക്ക് ഭയങ്കര ദേഷ്യം വന്നു. നമുക്ക് നമ്മുടെ ഇമോഷൻസ് എക്സ്പ്രസ് ചെയ്യുന്നതിൽ ബുദ്ധിമുട്ടൊന്നുമില്ല. നമ്മുടെ ഇമോഷൻസ് നമ്മൾ പറയുമ്പം അവരത് കൺസിഡർ ചെയ്യും സ്വാഭാവികമായിട്ടും. പക്ഷെ അവരെ കുറ്റപ്പെടുത്തുമ്പോൾ അവർക്ക് പിന്നെയും പിന്നെ അതിന് ദേഷ്യം കൂടിക്കൊണ്ടിരിക്കുകയുള്ളൂ. അപ്പോൾ എപ്പോഴും നമ്മൾ നമ്മുടെ കാര്യങ്ങൾ മാത്രം പറയാനായിട്ട് ശ്രദ്ധിക്കണം. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് ഈ അമിഗ്ഡല ഹൈജാക്കിൻ്റെ പെട്ടെന്നുള്ളൊരു റിയാക്ഷനെ തടയാനായിട്ട് നമുക്ക് സാധിക്കും ഒരു പരിധി വരെ. ഇതുപോലെ തന്നെ പല റിലേഷൻഷിപ്പുകളും തകരാനുള്ള കാരണങ്ങൾ നമ്മുടെ സഡനായിട്ടുള്ള റിയാക്ഷൻസും അവിടുത്തെ കമ്മ്യൂണിക്കേഷൻ, ഓപ്പണായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ, വെറും കമ്മ്യൂണിക്കേഷൻ അല്ല, ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ, ക്വാളിറ്റി ടൈം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇല്ലാത്തതാണ്. ഒരു പ്രയോറിറ്റി, കൺസിഡറേഷൻ, ഇതെല്ലാം മാറ്ററായിട്ട് വരുന്ന കാര്യങ്ങളാണ്. ഈ ചെറിയ ചെറിയ കാര്യങ്ങളുടെ പേരിലാണ് നമ്മുടെ ജീവിതത്തിൽ വലിയ വലിയ നഷ്ടങ്ങൾ ഉണ്ടാകുന്നത്. നമ്മൾ ഒരുപാട് വലിയ കാര്യങ്ങൾക്ക് ടൈം ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പം നമ്മളതിൻ്റെ കൂടെ കുറച്ചൊക്കെ നമ്മുടെ ബ്രെയിനിൻ്റെ കാര്യങ്ങളും സൈക്കോളജിയൊക്കെ പഠിക്കാനായിട്ട് സമയം കണ്ടെത്തുകയാണെങ്കിൽ ചെറിയ ചെറിയ കാര്യങ്ങൾ മതി, വലിയ കാര്യങ്ങൾ വേണമെന്നില്ല. നമ്മുടെ ജീവിതത്തിൽ ആവശ്യമുള്ള കാര്യങ്ങൾ അങ്ങനെ സമയം കണ്ടെത്തുകയാണെങ്കിൽ ഒരുപാട് വലിയ നേട്ടങ്ങളുണ്ടാവും. നമ്മുടെ റിലേഷൻഷിപ്പുകളൊക്കെ എന്നും നമുക്ക് ഹെൽത്തി ആയിട്ട് നിലനിർത്താനായിട്ട് സാധിക്കും. അപ്പോൾ എല്ലാവർക്കും അങ്ങനെ നല്ല നല്ല റിലേഷൻഷിപ്പുകൾ കുറേ നാളുകൾ നിലനിർത്താനും നന്നായി ജീവിക്കാനും സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു.